ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറ 23-ാമത്തെ ആയത്ത് മുതലാണ് നമ്മൾ നടക്കുന്നത്. വൈൻ കുന്തും, നിങ്ങളാണെങ്കിൽ, ഫീ റൈബിൻ, റൈബ് എന്താ? സംശയം. ഷെക്കറിനാലും എന്താണ്? സംശയം. റൈബ് ഷെക്കുള്ള വ്യത്യാസം നമ്മൾ പറഞ്ഞു. എന്താണ് റൈബാവുമ്പോൾ? എന്താണ് ആ സംശയത്തിന്റെ കൂടെ ഒരു ബേജാറും കൂടി ഉണ്ടാവും. മറ്റു ബേജാറില്ലാത്ത സംശയങ്ങളും ഉണ്ടാവല്ലോ. അതാവാം ഇതാവാം, അതൊക്കെയാണ് സംശയം. മറ്റേതാവോ പഠിച്ചവനെ എന്നുള്ള എന്തുണ്ട്, ഒരു ബേജാറ് വരുമ്പോഴാണ് റൈബ് വരിക. വൈൻ കുന്തും, നിങ്ങളാണെങ്കിൽ, ഫീ റൈബിൻ, സംശയത്തിലാണെങ്കിൽ. ഏത് വിഷയത്തിൽ? മിമ്മ നസ്സൽന, നാം അവതരിപ്പിച്ച ഒന്നിൽ നിങ്ങൾ എന്താണ് സംശയത്തിലാണെങ്കിൽ. അല്ലാഹു തആല അവതരിപ്പിച്ച ഏത്? പരിശുദ്ധ ഖുർആനിൽ നിങ്ങൾക്ക് വല്ല സംശയവും ഉണ്ടെങ്കിൽ. നസ്സലാറിന് എന്താണ്? നസ്സലാറിന് എന്താ? ഇറക്കുക. ശരിക്കും നസ്സല എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം എങ്ങനെയാന്ന് വെച്ചാൽ, അത് ഘട്ടമായിട്ട് ഇങ്ങനെ ഓരോ പടിപടിയായിട്ട് ഇറക്കണേനാ ശരിക്കും ഏത് പറയല്? നസ്സലക്ക് അങ്ങനത്തെ അർത്ഥം കൂടിയുണ്ട്. ഒറ്റടിക്കണ്ട് ഇറക്കുന്നതിന് പുറമെ അതുമാണെങ്കിൽ നസലക്ക് വെക്കാം. പക്ഷെ നസലിന്റെ ശരിക്കുള്ള ഉള്ളിലേക്ക് ചേർന്നാലുള്ള അർത്ഥം ഘട്ടമായിട്ട് എന്ത് ചെയ്യുക? ഇറക്കുക എന്നുള്ളത്. ഖുർആൻ അങ്ങനെയാണല്ലോ ഇറങ്ങിയിട്ടുള്ളത്. ഖുർആൻ ലൗഹുൽ മഹ്ഫൂദിലേക്ക് ഒറ്റടിക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് കണ്ട് ഘട്ടമായിട്ടാണ്, അല്ലേ? റമദാനിലാണ് ഖുർആൻ ഇറങ്ങിയത്. റമദാനിൽ ഖുർആൻ തുടങ്ങിയത്, അല്ലെങ്കിൽ ലൗഹുൽ മഹ്ഫൂദിലേക്ക് ഖുർആൻ മൊത്തത്തില് അവതരിപ്പിക്കപ്പെട്ടതാകാം. അവിടുന്ന് ഘട്ടമായിട്ട് സാഹചര്യമായിട്ട്. എത്ര വർഷം കൊണ്ടാ ഖുർആൻ ഇറങ്ങിയ? 23 വർഷം കൊണ്ട് എന്ത് ചെയ്തു? അല്ലാഹു തആല അതിങ്ങനെ ഇറക്കി. എന്തുകൊണ്ടാണ് 23 വർഷം അങ്ങനെ എടുക്കാൻ കാരണം? എന്തുകൊണ്ടായിരിക്കും 23 വർഷം എടുക്കാൻ കാരണം? ഒന്നിന് മെയിൻ കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് ഖുർആൻ ഇറങ്ങുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരാ? നബിന്റെ ക്വാളിഫിക്കേഷൻ എന്താ? റസൂലുള്ളാഹിന്റെ സർട്ടിഫിക്കറ്റ് എന്താണ്? ഭാഷയിലുള്ള എന്താ നബിന്റെ ക്വാളിഫിക്കേഷൻ? എന്തായിരുന്നു ഖുർആൻ ഇറങ്ങുമ്പോ? ഒന്നുമില്ല, എഴുതാനും വായിക്കാനും അറിയില്ല. എഴുതാനും അറിയില്ല, വായിക്കാനും അറിയില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ജീവിച്ച ആളാണ്. അങ്ങനത്തെ ഉമ്മിയ എന്ന് പറഞ്ഞാൽ അതാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഓരോന്ന് കേൾക്കുകയും ഇഫ്താക്കുകയും നബിക്കത് വളരെ പ്രയാസമില്ലാത്ത രൂപത്തിലാക്കുകയും അങ്ങനെ നബി ജീവിക്കുന്ന കാലഘട്ടത്തിനിടയിൽ അതിങ്ങനെ ഘട്ടമായിട്ട് ഹീസി ആക്കിയിട്ട് എന്ത് ചെയ്തു? അല്ലാഹു തആല കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നബിയെ. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. അങ്ങനത്തെ ഒരു ഏതാനും വായിക്കാൻ അറിയാത്ത ആള് ലോകത്ത് തന്നെ വിപ്ലവം സൃഷ്ടിക്കുന്ന രൂപത്തിലുള്ള അറബി എല്ലാ സാഹിത്യത്തിനെയും വെല്ലുന്ന രൂപത്തിലുള്ള ഒരു ഗ്രന്ഥവുമായി വരിക എന്നുള്ളത് തന്നെയാണ് അതിന്റെ അത്ഭുതം. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റടി കൊടുത്തിട്ട് അള്ളാഹ്ക്ക് ബ്രെയിനൊക്കെ കൊടുത്താണ് ഒറ്റടി കൊടുക്കാൻ പറ്റായൊന്നല്ല. പക്ഷെ റസൂലുള്ളാഹി ആണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ത്യാഗങ്ങളും റിസ്കുകളും എടുത്തുകൊണ്ട് തന്നെ നമുക്ക് കാണിച്ചു തരാണ്. നമുക്ക് ഇത് ജീവിതത്തിൽ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് പഠിക്കേണ്ട വിഷയമാണ് ഖുർആൻ. അപ്പോ റസൂലുള്ളാഹിക്ക് ഒറ്റയടിക്ക് ഉമ്മിയ റസൂലുള്ളാഹിന്റെ ഒറ്റ സുപ്രഭാതത്തിൽ എന്ത് ചെയ്യുക? തലീക്കണ്ട് കയറ്റിയാണ് ഇങ്ങനെ പറയുന്ന സിസ്റ്റം അതൊക്കെ വഹിക്കാനിട്ടല്ല. നമ്മൾക്കും കൂടി നബിതങ്ങൾ സഹിച്ച ത്യാഗവും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച് പഠിച്ചുകൊണ്ട് നമ്മളും ഈ റൂട്ടിലേക്ക് പ്രവേശിക്കാൻ കൂടിയാണ് ഈ രീതി സ്വീകരിക്കുന്നത്. എന്നാൽ മറ്റുള്ള ഗ്രന്ഥങ്ങളൊക്കെ ആലോചിച്ച് നോക്കൂ. ഖുർആൻ അല്ലാത്ത മറ്റുള്ള എല്ലാ ഗ്രന്ഥങ്ങളും, മെയിൻ ഗ്രന്ഥങ്ങൾ തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ ഒക്കെ ഇറങ്ങിയത് എങ്ങനെ? ഒറ്റടിക്കാണ് എഴുതാറുണ്ട്. മെയിൻ 3 ഗ്രന്ഥങ്ങളും ഇറങ്ങിയിട്ടുള്ളത്. മൂസാ നബിയോട് ചെല്ലാൻ പറഞ്ഞല്ലേ? തുലസീന്റെ അവിടെ ഉണ്ട് തൗറാത്ത്, അടുത്തുകൊണ്ടേ ഒറ്റടിക്കൊണ്ട്. നസ്സല എന്ന് പറഞ്ഞാൽ ഘട്ടമായി എന്താണ് അവതരിക്കപ്പെടുക എന്നുള്ളതാണ്.
അപ്പൊ വൈൻ കുന്തും നിങ്ങളാണെങ്കിൽ ഫീ റൈബിൻ സംശയത്തിലാണെങ്കിൽ മിമ്മാ നസ്സൽന നമ്മുടെ നാം ഇറക്കിയ ഒന്നിൽ, അതായത് പരിശുദ്ധ ഖുർആൻ നിങ്ങൾ സംശയത്തിലാണെങ്കിൽ ആരുടെ മേലിറക്കിയ? അല അബ്ദിന നമ്മുടെ അടിമയുടെ മേൽ. നമ്മുടെ നോക്കൂ, നമ്മുടെ അടിമയുടെ മേൽ. ആരാടിമ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്ത് അല്ലാഹു തആല നിരുപാധികം അടിമ എന്ന് വിളിച്ചത് ആരെ മാത്രമാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പേര് റസൂലുള്ളാഹിനെ വിളിച്ചത് തന്നെ ചില പരിചയപ്പെടുത്തലിന് വേണ്ടി പരിശുദ്ധ ഖുർആനിൽ 4 സ്ഥലത്ത് ആ പേര് പറയൽ അത്യാവശ്യമായത് കൊണ്ട് മാത്രം പറഞ്ഞു. അല്ലെങ്കിൽ റസൂലുള്ളാഹിനെ ഏത് വിളിക്കൂല, പേര് വിളിക്കൂല. ഒന്ന് മുഹമ്മദ് റസൂലുള്ള എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ മക്കാന മുഹമ്മദിൻ അബാഹദി എന്നൊക്കെ പറയുമ്പോൾ അവിടെ ആളെ ഐഡന്റിഫൈ ചെയ്യൽ എന്താണ്? ആവശ്യം. അതുകൊണ്ട് നിങ്ങൾ ആരെയും വാപ്പല്ല മുഹമ്മദ് നബി എന്ന് പറയുകയാണെങ്കിൽ എന്ത് വേണം? മുഹമ്മദ് നബീനെ അവിടെ എന്ത് ചെയ്യണം? പേര് പറയണം. എല്ലാത്തോടത്തൊക്കെ യാ അയ്യുഹർ റസൂൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മാത്രല്ല അബ്ദ് എന്ന് നിരുപാധികം പറഞ്ഞ ഏക പ്രവാചകൻ ആര് മാത്രമാണ്? മറ്റുള്ള പ്രവാചകന്മാരൊക്കെ പരിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. പക്ഷെ ആ അബ്ദ് എന്ന് അവരും പരിചയപ്പെടുത്തുന്നുണ്ട്, അബ്ദ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവര് അബ്ദ് എന്ന് പറയുമ്പോഴും അവര് ഏത് പറയുന്നുണ്ട്? പേര് പറയും, ഇല്ലേ? ഉദാഹരണം എന്താ അറിയില്ല. വദ്കുർ അബ്ദന അയ്യൂബ്, സൂറത്ത് സ്വാദിൽ. നമ്മളെ അടിമനെ നമ്മൾ ആലോചിച്ച് നോക്കി, ആര്? അയ്യൂബ്. വദ്കുർ അബ്ദന ദാവൂദ്, നമ്മളെ അടിമനങ്ങൾ ആലോചിച്ച് നോക്കി, ആരാണ്? ദാവൂദ്. ഇങ്ങനെ എല്ലാ പ്രവാചകന്മാരെയും പഠിച്ചു എന്ത് ചെയ്തിട്ടുണ്ട്? പേര് പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹിനെ മാത്രം എന്ത് ചെയ്തിട്ടുണ്ട്? അബ്ദ് എന്ന് പറഞ്ഞു. അപ്പൊ മനസ്സിലാക്കുന്നുണ്ടാ? ഉബൂദിയത്തിൽ നബിതങ്ങളുടെ അത്ര അടിമത്തത്തിൽ പരിപൂർണരായ ഒരാളും ലോകത്ത് ഇല്ല. അതുകൊണ്ട് അബ്ദ് എന്ന് പറയാൻ, നിരുപാധികം പറയാൻ പറ്റിയ ആള് ആര് മാത്രമേ ഉള്ളൂ? നബിതങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മളൊക്കെ അബ്ദീങ്ങളാണ്. പക്ഷെ നമ്മൾ പലരും അബ്ദാണ്. അള്ളാന്റെ അബ്ദ് കറകളഞ്ഞ അബ്ദ് ആര് മാത്രമാണ്? പ്രവാചകന്മാരൊക്കെ അബ്ദാണ്. അവരൊന്നും മറ്റുള്ള അബ്ദായിട്ടല്ല. പക്ഷെ അവർക്കിടയിലും എന്തുണ്ട്? തിൽക്ക റസൂൽ ഫളൽനാ ബഅദഹും അലാ ബഅദ് എന്ന് പറഞ്ഞ പോലെ അവർക്കിടയിലും സ്ഥാനമാനങ്ങളും ദറജകളുണ്ട്. അതിൽ നിരുപാധികം അബ്ദിന്റെ കമാലിയത്തിലേക്ക് എത്തിയ, പരിപൂർണയുടെ പരിപൂർണത്തിലേക്ക് എത്തിയ അബ്ദ് ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വദ്കുർ അബ്ദന മുഹമ്മദ് എന്നൊന്നും പറയാത്തത്, അല്ലെങ്കിൽ അബ്ദന റസൂലുള്ളാഹിന്റെ പേര് പറയാത്തത്. അപ്പൊ വൈൻകുത്തും നിങ്ങൾ സംശയത്തിലാണെങ്കിൽ ഫീ റൈബിൻ, നമ്മൾ വൈൻകുത്തും ഫീ റൈബിൻ നിങ്ങൾ സംശയത്തിലാണെങ്കിൽ മിമ്മാ നസ്സൽന നാം ഇറക്കിയ ഒന്നിൽ അല അബ്ദിന നമ്മുടെ അടിമയുടെ മേൽ നിങ്ങൾക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ, അതായത് ഈ ഖുർആൻ നിങ്ങൾക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു എളുപ്പവഴിയുണ്ട്. സംശയം ഞാൻ തീർത്തരാം. എന്താ തീർക്കാനുള്ളത്? എന്താ? ഖുർആൻ നിങ്ങൾക്ക് വല്ല സംശയം നിങ്ങൾക്ക് ഒരു എളുപ്പവഴിയുണ്ട്. റസൂലുള്ളാഹിയെ കുറെ കുറ്റം പറയണ്ട, അല്ലെങ്കിൽ നബിനെ ഉപദ്രവിക്കാൻ പോണ്ട, അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ കൂടെ ആളുകളെ ഇടങ്ങാറാക്കാൻ പോണ്ട. നിങ്ങൾക്കൊരു എളുപ്പവഴിയുണ്ട്. ഖുർആനിൽ 100 എത്ര അധ്യായങ്ങളുണ്ട്? 114 അധ്യായങ്ങളിൽ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ഒരൊറ്റ അധ്യായം, ഖുർആന്റെ പോലത്തെ ഒരധ്യായം നിങ്ങൾ എന്ത് ചെയ്യാൻ മതി? ഒരു സൂറത്തുകൾ കൊടുത്താൽ മതി. എന്നാ എന്തായി? നമ്മള് സമ്മതിച്ചു തരും. എന്ത്? ഖുർആൻ സൂറത്ത് തന്നെ എത്ര ഉണ്ട്? അൽ-ബഖറ 270 ആയത്തുള്ള സൂറത്തുണ്ട്, 3 ആയത്തുള്ള ഇന്നത്തേക്കാക്കൾ കോസൂറുണ്ട്. മനസ്സിലായി? അപ്പൊ ഇവിടെ ഈ വലുപ്പുള്ള സൂറത്ത് ചെറുപ്പുള്ള സൂറത്ത് ഒന്നും പറഞ്ഞില്ല. ജസ്റ്റ് ഒരു സൂറത്ത് 3 ആയത്തായ മതി. ആരോടാ പറയണത്? അറബി സാഹിത്യത്തിന്റെ ഏറ്റവും സാഹിത്യ നിപുണർ ജീവിച്ചിരുന്ന കാലം. ഓരോ കാലത്തും പ്രവാചകന്മാരുടെ മോചിതത്ത് അതാത് കാലത്തെ സമൂഹത്തിന്റെ ഏറ്റവും ആ സമൂഹം സ്വീകരിച്ചിരുന്ന നിലപാടിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ്. പ്രവാചകനായ മൂസാ നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് എന്താണ്? ഈ ആളങ്ങൾക്ക് അറിയോ? പ്രവാചകനായ മൂസാ നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് എന്താ? ജാലവിദ്യ ഭയങ്കര ഫേമസ് ആണ്, സെഹർ ഭയങ്കര ഫേമസ് ആണ്. അപ്പൊ ഏറ്റവും വലിയ ജാലവിദ്യക്കാരൊക്കെ സർവ്വ ജാലവിദ്യയും തകർക്കുന്ന രൂപത്തിലുള്ള
ഒരു മോചിതത്വമായിട്ട് ആര് വന്നു? മൂസ. ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് എന്തായിരുന്നു മെയിൻ കാര്യം? ഈസാ നബി ഇസ്ലാമിന്റെ കാലത്ത് അവിടെ ഹൈലൈറ്റ് ചെയ്തിരുന്ന വിഷയം എന്തായിരുന്നു? എന്താണ്? ചികിത്സയായിരുന്നു. അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് ചെയ്ത വിഷയം ഏതാ? തിബ്ബായിരുന്നു. അന്ന് ഭയങ്കര വൈദ്യന്മാരുണ്ടായിരുന്നു. പല രോഗങ്ങൾക്കും വൈദ്യം ഉണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ വൈദ്യന്മാർക്കും മാറ്റാൻ കഴിയാത്ത അസുഖം ഉണ്ടായിരുന്നു. അതാണ് ഓബരുൽ അക്മഹ വൽ അബ്റസ് അല്ലേ? കുഷ്ഠം, വെള്ളപ്പാണ്ട്, ഇതൊക്കെ ഞാൻ മാറ്റും. കാരണം അന്നത്തെ കാലത്ത് വെല്ലുവിളി അതാ. അത് മറികടക്കാൻ കഴിഞ്ഞാൽ അയാൾ ആരാ? ആ സമൂഹത്തിലെ ഏറ്റവും വലിയ ടോപ്പ് ലെവലുള്ള. അപ്പോ മനസ്സിലാക്കുക, അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഏറ്റവും കൂടുതൽ ഉള്ളത് സാഹിത്യം. അപ്പൊ അവർ അന്നത്തെ സാഹിത്യം ഇന്നും ഇവിടെ പഠിക്കണേ. ഞാൻ PG MA അറബി പഠിച്ച സമയത്തും പഠിക്കാണ്ടായിരുന്ന സാഹിത്യം ഇന്നത്തെ ആൾക്കാരുടെ സാഹിത്യം. അന്നത്തെ കാലത്തുള്ള സാഹിത്യമാണ് ഇന്നും അറബി ഭാഷയിൽ ഇമ്രുൽ ഖൈസിന്റെ, ലബീദിന്റെ, തൊറഫൻ, അങ്ങനെ കുറെ ആളുകൾ ജാഹില കവികൾ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ജീവിച്ച സമൂഹത്തിന്റെ ഇടയിലാണ് ആര് വരുന്നത്? പരിശുദ്ധ ഖുർആനുമായി റസൂൽ. ആ സമൂഹത്തിനെ വെല്ലുവിളിക്കുന്നത് നമ്മളല്ല വെല്ലുവിളിക്കുന്നത്. നമ്മളോട് എത്തിയിട്ടില്ല. മഹാനായ ഇമാം ഷാഫി ഇമാം പോലും 10 വർഷത്തോളം ഭാഷ പഠിക്കാൻ വേണ്ടി ഗോത്രത്തിൽ പോയിട്ടുണ്ട്. എന്തിന്? അറബി ഭാഷ പഠിക്കാൻ 10 വർഷത്തോളം ഒരു ഗോത്രത്തിൽ പോയിരുന്നത് പഠിച്ചിട്ടുണ്ട് എന്നാ. ആലോചിച്ച് നോക്കൂ, എന്ത് കഴിവുള്ള ആൾ. ആ ഷാഫി ഇമാം വരെ അങ്ങനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു എഴുതും വായിക്കാനും അറിയാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വെല്ലുവിളിക്കണ എന്താ? ഈ ഖുർആന് പകരമായിട്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു അധ്യായങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങോട്ട് കൊണ്ടുവരികയെന്നാണ്. ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഉണ്ടെങ്കിൽ ചരിത്രപരമായിട്ട് അത് സ്ഥാപിക്കപ്പെടും. അന്ന് ആ വെല്ലുവിളി സ്വീകരിക്കാൻ നോക്കിയ അറബികൾ ഇന്ന് വരെ അത് സ്വീകരിച്ചിട്ടില്ല. ചരിത്രത്തിൽ ഖുർആനെതിരെ അങ്ങനെ ഒരു വെല്ലുവിളി ഉണ്ടായിട്ടില്ല. ആ കാലഘട്ടത്തിൽ റസൂലുള്ളാഹി അലൈഹി വസല്ലം മരിക്കണ വരെ അത് ഉണ്ടായിട്ടില്ല. ഉണ്ടെങ്കിൽ അതിൽ നിന്നും അങ്ങനെ ഉണ്ടെങ്കിൽ അത് ചരിത്രപരമായി ഇന്ന് എന്ത് ചെയ്യും? ഇവിടെ തെളിയിക്കപ്പെടും. അന്ന് ഉണ്ടാക്കിയത് കുറെ കാര്യങ്ങളുണ്ട്. അത് പരാജയപ്പെട്ടതും ചരിത്രപരമായിട്ട് നമുക്കറിയാവുന്നതാണ്. ആനനെ കുറിച്ച് ഉണ്ടായ സൂറത്തൊക്കെ അല്ലെ? ആന എന്ന് പറയുന്നത് എന്താണ്? വലിയൊരു സംഭവമാണ് സൂറത്തുൽ ഫീലുള്ളത്. മറ്റേ ആനന്റെ ഡെഫിനിഷൻ മാത്രമാണ്. ആനക്ക് 2 കൈയുണ്ട്, 2 തുമ്പി കൈയുണ്ട്, 4 കാലുണ്ട്, വലിയ തടിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഏതാവൂല. ശരിക്കും പറഞ്ഞ ആന എന്ന് മാത്രമേ അതിലുള്ളൂ. മറ്റേത് ആനവുമായി ബന്ധപ്പെട്ട ചരിത്ര ഭയങ്കര സംഭവം 3 സൂറത്ത് 3 വരിയിൽ 3 ആയത്തിൽ ഒരുക്കുകയാണ്. ഇതാണ് അവരെ നെട്ടിച്ചത്. അപ്പൊ നിങ്ങൾക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ എളുപ്പമുണ്ട്. ആരാ പറയണേ? ഏതാനും വായിക്കാനും അറിയാത്ത റസൂലുള്ളാഹി പറയണേ, നിങ്ങൾ കൊണ്ടുവരുവിൻ ബിസൂറ, ഒരു ബിസൂറത്തിന് ഒരു അധ്യായം, ഒറ്റ അധ്യായം എന്ന് പറഞ്ഞത്. ഒറ്റ അധ്യായം നിങ്ങൾ കൊണ്ടുവരുവിൻ മിസ്ലി, ഇതുപോലത്തത് എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരുപാട് വിശദീകരണങ്ങളുണ്ട്. വളരെ ഉള്ളിന്റെ ഉള്ളിലുള്ള ഒരുപാട് ജ്ഞാനങ്ങളുണ്ട്. അങ്ങനെയൊക്കെ അഗാധ ജ്ഞാനത്തിലേക്ക് വഴി കാണിക്കുന്ന ഒരു അധ്യായം, ഒരൊറ്റ അധ്യായം നിങ്ങൾ കൊണ്ടുവന്നാൽ മതി. എന്ത്? നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മിസ്ലി, ഇത് നബിതങ്ങളുടെ സംസാര ഭാഷയിൽപ്പെട്ടതാണെങ്കിൽ. ഞങ്ങള് ഇതാണ് റസൂലുള്ളാഹിനെ ഉമ്മിയാക്കാനുള്ള കാരണം നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേറെ ഒന്നും വായിക്കാനും എഴുതാനും പഠിച്ചിട്ടില്ല എന്ന് അവർക്കറിയാം. ആ റസൂലുള്ളാഹിലൂടെയാണ് ഇത് കൊണ്ടുവരുന്നത്. അപ്പൊ അത് അവരാകെ കുടുങ്ങിക്കണം. റസൂലുള്ളാഹിന്റെ ഹിസ്റ്ററി അവർക്കറിയാം. എന്നാൽ റസൂലുള്ളാഹിന്റെ വാക്കിൽ നിന്ന് ഇങ്ങനത്തെ കലാമ് വരുന്നുണ്ട്. പിന്നെ അതിന്റെ പുറമത് വെല്ലുവിളിച്ചുകൊണ്ട് വരികയാണ്. ആർക്ക്? ഇവർക്കെതിരെ ഇങ്ങനത്തെ ഒരു സാധനം കൊണ്ടിരുന്നത്. എന്തൊരു പവറാണ്! വധൂ ശുഹദാക്കും, നിങ്ങൾ ഒറ്റയ്ക്ക് ഇടങ്ങാറാകണ്ട. വധൂ ശുഹദാക്കും, നിങ്ങൾക്ക് കൂട്ടാനുള്ളവരൊക്കെ നിങ്ങളെ കൂടെ ഉണ്ടായിരുന്ന ഇവർക്ക് ശുഹദാക്കും എന്ന് പറഞ്ഞാൽ ഇവിടെ സഹായികളെ അർത്ഥം വെച്ചാൽ മതി. നിങ്ങൾക്ക് എല്ലാ സഹായികളും നിങ്ങൾ കൂട്ടിക്കോളി. നിങ്ങൾ ഈ പക്കത്തുള്ള കുറച്ച് ആൾക്കാർ ഇടങ്ങാറാകണ്ട. നിങ്ങൾക്ക് യമനിൽ വന്നിട്ടുണ്ട്, ഷാമിൽ വന്നിട്ടുണ്ട്, സിറിയ എല്ലായിടത്തും വന്നിട്ടുണ്ട്, മദീനത്ത് വന്നിട്ടുണ്ട്.
അറേബ്യയിൽ ഈജിപ്ത് മിസ്രൊക്കെ വന്നവർ പോയിട്ടുണ്ടല്ലോ. നിങ്ങൾ എല്ലാവരും കൂടി ആവശ്യമുള്ളവരൊക്കെ കൂട്ടിയിട്ട് നിങ്ങൾ ഒരു ടോട്ടൽ എല്ലാവരും കൂടി കൂടിയാണ്ട് ഒരു 3 ആയത്തുള്ള ഒരു അധ്യായങ്ങൾ ഉണ്ടാക്കിയ മതി എന്നാണ് അർത്ഥം. ചിന്തിക്കുമ്പോൾ വധൂഷാതാക്കും നിങ്ങളുടെ സഹായികളെ നിങ്ങൾ വിളിച്ചോളി. പക്ഷെ ആരെ വിളിക്കാൻ പറ്റൂല? മിന്തൂനില്ല, പഠിച്ചോനെ കൂട്ടാൻ പറ്റൂല. അള്ളാഹുവിനെ കൂട്ടിയാൽ അത് വളരെ എളുപ്പമാണ്. അപ്പൊ അള്ളാഹു അല്ലാത്ത കുറെ സഹായികളുണ്ടല്ലോ. വിഗ്രഹങ്ങൾ, നിങ്ങളെ ശുഹദാ എന്ന് പറഞ്ഞ പല അർത്ഥമുണ്ട്. ഇവർക്ക് വിഗ്രഹങ്ങളെ വിളിച്ചോളി എന്നും അർത്ഥമുണ്ട്. കാരണം വിഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഖിയാമത്ത് നാളിൽ ഇവരെന്ത് ചെയ്യും? ഇവർക്ക് നിർബന്ധമായിട്ട് ഷഫാഅത്ത്, അഥവാ പരലോകം, ഇവർക്കൊരു അറേബ്യൻ അന്നത്തെ മക്കാർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. അഥവാ പരലോകം ഉണ്ടെങ്കിൽ പഠിച്ചോണ്ടെങ്കിൽ തന്നെ നമ്മളെ ലാത്തിയും ഉസ്സൊക്കെ എന്ത് ചെയ്യും? ബലപ്രയോഗത്തിലൂടെ പഠിച്ചോണ്ട് ഷഫാഅത്ത് ചെയ്തിട്ട് നമ്മളവർക്ക് കടത്തുന്നതാണ്, സ്വർഗത്തിൽ കടത്തുന്നതാണ് അവർക്ക് എന്ത് ചെയ്യുന്നത്? ഒരു വിശ്വാസം ഉണ്ട്. അപ്പൊ അവരൊക്കെ കൂട്ടിക്കോളി, എല്ലാരും കൂട്ടിക്കോളി. വധോ ശുഹദാക്കും നിങ്ങളുടെ സഹായികളെ നിങ്ങൾ വിളിച്ചോളി. ഇൻകുന്തും സ്വാദിക്കും നിങ്ങൾ സത്യസന്ധമാരാണെങ്കിൽ. അതായത് നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം നാവിലൂടെ വെറുതെ ഉണ്ടാക്കി പറയുകയാണെന്ന് നിങ്ങൾക്ക് പറയുന്ന ആ വാദം ശരിയാണെങ്കിൽ, നബി തങ്ങൾ സ്വയം ജൽപ്പിച്ചുണ്ടാക്കിയതാണ്, അതോട് കുടുങ്ങിയിട്ട് പറയണമെന്ന് ആർക്കറിയാം? അവർക്ക് തന്നെ അറിയാം. കാരണം റസൂലുള്ളാഹിന്റെ സ്ത്രീ വീണ്ടും പറയുന്നുണ്ട്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ള ഷാമിലൊക്കെ പോയിട്ട് അവിടുത്തെ ജൂതന്മാരായിട്ട് ജൂത പുരോഹിതന്മാരത്തൊക്കെ പോയാണ്ട് പഠിച്ച് ചരിത്രങ്ങള് കേട്ടുണ്ടാക്കിയിട്ട് ഇവിടെ നിന്ന് അവതരിപ്പിക്കുക എന്ന് പറഞ്ഞവരുണ്ടായിരുന്നു. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷാമിലേക്ക് 2 പ്രാവശ്യം പോയിട്ടുള്ളൂ എന്ന് ആർക്കറിയാം? ഇവർക്കെന്നറിയാം. ജൂത പുരോഹിതരെ കാണാനുള്ള സാഹചര്യം റസൂലുള്ളാഹിക്ക് ഉണ്ടായിട്ടില്ല എന്ന്. നബിയുടെ സർക്കിൾ പൂർണ്ണമായും ലയിച്ച് ജീവിക്കുന്ന ആളുകളാണ്. ഒന്ന് അബൂ താലിബിന്റെ കൂടെ 8ാം വയസ്സിൽ ബിസിനസിന്റെ കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോ പോയി? ഷാമിലേക്ക് പോയി. ആ സമയത്ത് ആരെയും എന്ത് ചെയ്തിട്ടില്ല, ഒരു പുരോഹിതന് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. രണ്ടാമതിനും കഴിഞ്ഞ ഖദീജ ബീവിന്റെ ബിസിനസ് മാനേജറായിട്ടാണ് പോയത്. ആ കൂട്ടത്തിലും പഠിക്കാനുള്ള സാഹചര്യം, ഇവർ ഒന്നിച്ചാ പോയത്. പിന്നെ അവിടെ പോയി ഒരു പുരോഹിതനെ പോയി കണ്ടുകാണ്ട് ഇൽമ പഠിക്കാനും എതിർക്കാനും സമയം ആരും കിട്ടില്ല. അപ്പൊ നബിതങ്ങൾ സ്വയം നബിതങ്ങളുടെ ഭാഗത്തിലൂടെ ഇങ്ങനെ ജൽപ്പിച്ചുണ്ടാക്കുന്നതാണ് നിങ്ങൾ പറയുന്നത് സത്യമാണ്. എനിക്കൊന്നും സ്വാധിക്കും, നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ? നിങ്ങളൊരു അധ്യായത്തെ കൊണ്ടുവരാം, നിങ്ങൾക്ക് അതിൽ എല്ലാ സഹായികളെയും കൂട്ടാം. അള്ളാഹു അല്ലാത്ത കുറെ സഹായികളുണ്ടല്ലോ, അവരൊക്കെ കൂട്ടിക്കോളി. ഫൈലൻ തഫ്അലു നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല എങ്കിൽ, നോക്കൂ എന്തൊരു കടന്ന വെല്ലുവിളിയാന്നറിയാം. അങ്ങനെ ചെയ്യാൻ കഴിയണില്ല എങ്കിൽ, എന്നാൽ അപ്പുറത്ത് ഒന്നും കൂടി പറയാം, എന്താ? വലൻ തഫ്അലു നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയൂല. ഒരു നിലക്കൊക്കെ അതിന് കഴിയില്ല. ഞാൻ പറഞ്ഞ ഒരു ബദറിന്റെ ഒരു ഓഹത്തിന്റെ കന്തക്കിന്റെ ആവശ്യമില്ല, ഇവർക്ക് എല്ലാവർക്കും കൂടി കാണുന്നേ മതി. എന്തിനങ്ങനെ? എത്ര ആളുകളെ അവർ ബലി കൊടുത്തത്, എത്ര സമ്പത്ത് നഷ്ടപ്പെടുത്തിയത്? ഒന്നിന്റെ ആവശ്യമില്ല. ഇവര് ജസ്റ്റ് ഖുർആന് പകരം ഒരു ഖുർആൻ ഉണ്ടാക്കിയാൽ മതി. ഖുർആന് പകരം ഖുർആനല്ല പറഞ്ഞത്, ഒരു അധ്യായം ഉണ്ടാക്കിയാൽ മതി. നോക്കൂ നബിതങ്ങൾ എങ്ങനെയാണ് പറയുന്നത്? ഫൈലൻ തഫ്അലു നിങ്ങൾക്ക് കഴിയില്ല എങ്കിൽ, വലൻ തഫ്അലു നിങ്ങൾക്ക് ഒരിക്കലും എന്തില്ല, അത് കഴിയില്ല, ഭാവിയിലും കഴിയില്ല, ലോകാവസാനം വരെ ഒരാൾക്കും കഴിയില്ല. അതതിന്റെ അർത്ഥം. ഇന്നും ഈ വെല്ലുവിളി നിൽക്കുന്നുണ്ട്. ഇന്നും യുക്തിവാദികളായ ആളുകളുണ്ടെങ്കിൽ, എത്തിയിസ്റ്റ് ആളുകളുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? ഒരു അധ്യായത്തെ കൊണ്ടുവരാം. എന്തിനാ ഖുർആനെ വിമർശിക്കുന്നത്? ഈ ഒരു പണി എടുത്താൽ പോലെ അത് ട്രൈ ചെയ്തിട്ട് നടക്കുന്നുണ്ടോ നോക്കി, എന്നാ പിന്നെ നമുക്ക് ഖുർആൻ മുഴുവൻ പൊളിഞ്ഞില്ല, പിന്നെ വേറെ ആവശ്യമില്ലല്ലോ. ആരായിരുന്നു ശ്രമിച്ചിട്ടുള്ളത്? എവിടെ സക്സസ്ഫുൾ ആയിട്ടുള്ളത്? ലോകത്ത് എവിടെയെങ്കിലും ഖുർആനത്തിന് അധ്യായം ഉണ്ടായിട്ട് പ്രൗഡായിട്ട് തെളിയിച്ചിട്ട് ഇത് ഓക്കെയാണ്, ഇത് ഖുർആൻ പതരാണെന്ന് ലോകത്ത് ഏതെങ്കിലും ഹിസ്റ്റോറിക്കായിട്ട് ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഒരു വള്ളിപുള്ളി മാറ്റുമ്പോൾ തന്നെ എന്നെ സമൂഹം അറിയുന്നത്. ഒരിക്കലും നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, അത് കഴിയുകയുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഇത് വളരെ വ്യക്തമായ ഒരു മോചിതത്താണ്. ഇത് അദൃശ്യമായ കാര്യത്തിൽ നിന്നും അള്ളാഹു തആല സർവശക്തന് അള്ളാഹു തആല റസൂലുള്ളാഹിക്ക് പഠിപ്പിച്ചു കൊടുത്താണ്. അതങ്ങനെ തന്നെ സംഭവിക്കുകയുള്ളൂ. ലോകാവസാനം വരെ അതിന്റെ രീതി ഇങ്ങനെ ആയിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പണി നടക്കില്ലെങ്കിൽ നിങ്ങൾ കാര്യം ചെയ്യാം,
നിങ്ങൾക്ക് എന്ത് ചെയ്യാ, ഫത്തഖുന്നാറ, നിങ്ങൾ നരകത്തിനെ സൂക്ഷിക്കണം. നിങ്ങൾ പരിശുദ്ധ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ലെങ്കിൽ, വ്യക്തമായ ബോധ്യവും നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടിട്ട് നിങ്ങൾ ദീനിലേക്ക് വരുന്നില്ലെങ്കിൽ, ഫത്തഖുന്നാറ, നരകത്തിനെ നിങ്ങൾ എന്ത് ചെയ്യാൻ, നിങ്ങൾ സൂക്ഷിക്കണം. മനസ്സിലായില്ലേ? അല്ലാത്തി എങ്ങനത്തെ നരകമാണ്? വഖൂദുഹ, അങ്ങനെ പദം വായിക്കാം. വഖൂദുഹ എന്നല്ല കേട്ടോ, അത്ഫിന്റെ വാവെന്നല്ല, വഖൂദ് എന്നാണ് അതിന്റെ ഭാവം. വഖൂദ് പറഞ്ഞാൽ എന്താണ്? ഫ്യൂവൽ, ഇന്ധനം. വഖൂദുഹ, ആ നരകത്തിലുള്ള ഇന്ധനം, അന്നാസു, ആരാണ്? ജനങ്ങളാണ്, വൽ ഹിജാറ, കല്ലുകളുമാണ്. അപ്പൊ ഞാൻ പറയുന്നത് എല്ലാവർക്കും ഉള്ളതാണ്, നരകത്തിൽ പോകണം എല്ലാവർക്കും ഈ സംഭവം ഉണ്ടാവും. എന്തുകൊണ്ടാണ് നരകത്തിൽ മനുഷ്യനും കല്ലും ആകാൻ കാരണം? ജിന്നിന് വേറെ, ഇവിടെ മനസ്സിലാക്കേണ്ടത് നരകത്തിലുള്ള ഇന്ധനം മനുഷ്യനും കല്ലുകളും ആണ് എന്നൊരിടത്ത് പറഞ്ഞുകൊണ്ട് മുഴുവൻ ഇന്ധനവും കല്ലുകളും മനുഷ്യനാണെന്നല്ല അർത്ഥമല്ല. ഇത് അതിന്റെ മെയിൻ ഭാഗമാണെന്ന് മനസ്സിലാക്കുക. ജിന്നുകളെ ബാധിക്കുന്ന വേറെ നിലക്കുള്ള നരകങ്ങളുണ്ട്. പരിശുദ്ധ ഖുർആനിൽ വേറെ ആയത്തിൽ പറഞ്ഞപ്പോൾ നാറൻ, അങ്ങനെ വ്യത്യസ്ത നരകങ്ങളുണ്ട്. പക്ഷെ ഭൂരിപക്ഷം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ടത് അവിടുത്തെ ഒരു മെയിൻ ഇന്ധനം ആരാണ്? മനുഷ്യനും ആരാണ്? കല്ലുകളുമാണ്. കല്ലുകളാക്കുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ വളരെ പെട്ടെന്ന് എന്ത് ചെയ്യും, അതിന്റെ തീപിടുത്തം സംഭവിക്കും. പിന്നെ അതിൽ ഒരുപാട് കാര്യം മനസ്സിലാക്കാം. ഒന്നാമത് എന്താണ്, പിന്നെ അതിന്റെ ജ്വാല കത്തിക്കഴിഞ്ഞാൽ ആ സാധനം കല്ലിന് തീ പിടിച്ചാൽ എന്താ ഉണ്ടാകാം? ഭയങ്കര ഏതുണ്ടാവും, ജ്വാല ഉണ്ടാവും. നമ്മൾ ഈ അഗ്നിപർവ്വതമൊക്കെ പൊട്ടിയാൽ കാണല്ലോ, ആ റെഡ് കളർ, വൈറ്റ്, റെഡ്, ഒരു മഞ്ഞ കളർ പോലത്തെ ശരിക്ക് എല്ലാം ഉണ്ടാവും, അവിടെ കത്തിയിട്ടുണ്ടാവും. പിന്നെ അതിന്റെ പ്രശ്നം എന്താ, കല്ലിന് തീ പിടിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് എന്ത് ചെയ്യൂല, കേടൂല, കെടാനും പണി. മറ്റുള്ളതിന്റെ കാര്യമില്ല, അതിന്റെ ആ പ്രോസസ്സിങ് അവസാനിക്കണേ എന്തുണ്ടാവും, കുറച്ച് സമയമെടുക്കും. പിന്നെ കല്ലിന് തീ പിടിച്ചാലുള്ള പ്രശ്നം എന്താ, അതിന്റെ ചൂടിന്റെ കാഠിന്യം കൂടും. വിറകിന് തീ പിടിച്ച മാരാവില്ല കല്ലിന്റെ തീ ചൂട്ടുകൊള്ളുന്ന കല്ലിന്റെ അടുത്ത് പോയി നിൽക്കുന്നതും ഒരു വിറകുകളിന്റെ അടുത്ത് പോയിക്കുന്നതും തമ്മിൽ എന്തൊരു വ്യത്യാസമുണ്ട്. കല്ലിന്റെ ചൂട് ഭയങ്കരമാണ്. ഒന്നുമില്ല, നമ്മൾ ഈ ചില ഭാഗത്ത് പാറയുള്ള ഭാഗത്ത് എന്ത് ചെയ്യും, അവിടെ പോയി നിന്നാൽ തന്നെ നമുക്കറിയാം ചൂട് കാലത്ത് എന്തായിരിക്കും, ഭയങ്കര ഹെവി ചൂടായിരിക്കും. പിന്നെ മറ്റൊരു സംഗതി എന്ന് വെച്ചാൽ കല്ലിന് തീ പിടിച്ചുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അതിന്റെ വാസന വളരെ ദുർഗന്ധമായിരിക്കും. നമുക്കത് അറിയാനില്ല. കല്ലിന് തീ പിടിച്ചു കഴിഞ്ഞാൽ അവിടെ നിൽക്കാൻ കഴിയും. അതിന്റെ സ്മെല്ല് എന്തായിരിക്കും, വളരെ മോശമായിരിക്കും. പിന്നെ ഒരു കല്ല് തീ പിടിച്ചു കഴിഞ്ഞിട്ട് ആ കല്ലും മനുഷ്യന്റെ ശരീരവും തമ്മിൽ ടച്ച് ആയാൽ വളരെ പെട്ടെന്ന് എന്ത് ചെയ്യും, ശരീരം അങ്ങോട്ട് ഒട്ടിപ്പിടിക്കും. അയിമക്കണ്ട് ഒട്ടിപ്പിടിക്കുന്നില്ല, മറ്റുള്ള പറയുന്ന കാര്യമില്ല. ഇത് ഇമ്മക്കണ്ട് പേസ്റ്റ് ചെയ്ത പോലെ ആയിരിക്കും ശരീരം, എന്ത് ചെയ്യാൻ ഇമ്മക്കണ്ട് ഒട്ടിപ്പിടിക്കും. അപ്പോ ഇങ്ങനൊക്കെയാണ് കല്ല് അവിടെ ഉപയോഗിക്കാനുള്ള പല കാര്യങ്ങളും. നമുക്ക് ഫുള്ളറിയില്ല, എന്നാലും അതിന്റെ ചില ഹിക്മത്തുകൾ നമ്മളെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതൊക്കെയാണ്. അപ്പൊ അല്ലത്തി എങ്ങനത്തെ നരകമാണ്? വഖൂദുഹ, അതിലെ മുഴുവൻ ഇന്ധനങ്ങളും, അന്നാസു, ആരാണ്? ജനങ്ങളുമാണ്, വൽ ഹിജാറ, ഏതുമാണ്? കല്ലുകളുമാണ്. ലിൽ കാഫിരീൻ, ഇതിനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ലിൽ കാഫിരീൻ, ആർക്ക്? അവിശ്വാസികൾക്ക്, ദൈവത്തിനെ അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകൾക്ക്. അപ്പോ ഒഴിദ്ദത്ത് എന്നാണ്. ഒഴിദ്ദത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അതിനെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അയ്യോ നമുക്ക് എന്ത് മനസ്സിലായി? റെഡിയാക്കിക്കണെന്നാണ്. അതിനെ റെഡിയാക്കി വെച്ചിരിക്കണെന്ന് പറഞ്ഞു. റെഡിയാക്കിക്കണെന്നാണ് എന്താ? ഇപ്പൊ അങ്ങനെ എന്താ മനസ്സിലായത്? നരകം എന്ത് ചെയ്തിട്ടുണ്ട്? സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ഉണ്ടത്. സ്വർഗവും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് രണ്ടും നബിതങ്ങൾ ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയിൽ ഡയറക്റ്റ് കണ്ടിട്ടുണ്ട്. അതൊക്കെ ഓൾറെഡി റെഡിയാ. അല്ല, നരകത്തിലെ കവാടങ്ങൾ അടക്കപ്പെടാ, സ്വർഗത്തിലെ കവാടങ്ങൾ തുറക്കപ്പെടാന്ന് പറഞ്ഞാൽ എന്താ? അതൊക്കെ ഇവിടെ ഓൾറെഡി നിലവിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനി ഒന്നുമില്ല, മനുഷ്യൻ എന്താ ചെയ്യാ? മനുഷ്യൻ അതിന് റെഡിയായി ജീവിച്ചാൽ അതിന് രക്ഷപ്പെടാം. അപ്പൊ നമുക്ക് മനസ്സിലാക്കുന്ന കഴിയുന്ന സംഗതി എന്താ? ഞാൻ നിർത്തുകയാണ്. ഏതായാലും നിർത്തിയിട്ടും കാര്യമില്ല, മഴയല്ലോ.
അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി എന്താ വെച്ചാൽ ഇവിടെ ഒരു സംഗതി ഉണ്ട്. അതെന്താണ്? പരിശുദ്ധ ഖുർആനെ പിൻപറ്റുന്ന ആളുകൾ കിട്ടുന്ന ഗുണവും പരിശുദ്ധ ഖുർആനെ എതിര് നിൽക്കുന്ന ആൾക്കുള്ള ദൂഷ്യവശം ഇതിൽ മനസ്സിലാക്കാം. ഇത് ഖുർആനുമായി സപ്പോർട്ട് ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്കുള്ള ഗുണമാണ്. പിശാചിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ശത്രു മനസ്സിലാക്കാം. പിശാചിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ശത്രു ഖുർആനുമായി സഹവസിക്കുന്നവനാണ്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കാണാം, ഇബ്ലീസ് അനുയായികളെ വിളിച്ചു കൂട്ടുമെന്നാണ്. എല്ലാവരും ഒരു ഫിക്സഡ് ടൈമിൽ ആരിലേക്ക് പോകും? ഇബ്ലീസ് മാത്രമല്ല, ഇബ്ലീസിന് കുറെ എന്തുണ്ട്, സൈന്യങ്ങളുണ്ട്. അപ്പൊ ഇബ്ലീസ് ഒരു ഫിക്സഡ് ടൈമിൽ ഇബ്ലീസിന്റെ സൈന്യങ്ങൾ അനുയായികളെ വിളിച്ചു കിട്ടും. ഓരോരുത്തരും ചെയ്ത പ്രവർത്തനത്തെ കുറിച്ച് വിലയിരുത്തും. അവിടെയുണ്ട് ഈ മുഷാവറൊക്കെ. അപ്പൊ ഓരോരുത്തരും അവനാൻ ചെയ്ത പേപ്പിക്കലിന്റെ ആ ഭീകര കഥകൾ പറയും. അല്ല ഒരു പിശാജ് പറയും എന്താ പറയാ, ഓരോരുത്തർ പറയും ഞാൻ അങ്ങനെ ചതിച്ചു, മറ്റേ ചതിച്ചു, അങ്ങനെയൊക്കെ ആവുമെന്ന് പറയും. അപ്പൊ ആ കൂട്ടത്തിൽ ഏറ്റവും ചെറിയൊരു പിശാജ് പറയുന്ന, ഞാൻ എന്താ ചെയ്തരോ, അന്ന മനയത്ത് സബിയൻ മിനൽ കുത്താബി, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല കാര്യമായി. ഒരു കുട്ടി സ്കൂൾക്ക് മദ്രസയിൽ പോകുന്നതിനെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ബ്ലോക്ക് ചെയ്തു. ഇപ്പൊ ആ കുട്ടിയോട് പോണില്ല, മതം പഠിക്കാൻ പോണില്ല. അതാണ് ഞാൻ ചെയ്തത്. മറ്റൊരു കുറെ തമ്മിലടിപ്പിച്ച് അടിയുണ്ടാക്കി ഷണ്ടുണ്ടാക്കി മറ്റേക്ക് ഇങ്ങനെ പറയുമ്പോ ഇയാൾ ഒറ്റ വാക്കിൽ ഈ ശൈത്താവെന്ന് പറയും, ഞാനൊരു ആള് ഇൽമ പഠിക്കാൻ പോണേനെ ബ്ലോക്ക് ചെയ്തു. ഫയഖൂമു ഇബ്ലീസ് ബൈന യദൈഹി വയഖിദു ഇലാ ജനബിഹി. ഇബ്ലീസ് എണീച്ച് അങ്ങോട്ട് പോകുന്നതാണ്. എന്തിന്? ഓനെ ബഹുമാനിക്കാൻ. എന്നിട്ട് ചേർത്തി പിടിച്ച് ഇയാള് നമ്മളെ നല്ല കുട്ടി എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും, സർട്ടിഫിക്കറ്റ് കൊടുത്ത് ആദരിച്ചു വിടുന്നു. അപ്പൊ ഇൽമിനെ തടയാ, പ്രത്യേകിച്ച് പരിശുദ്ധ ഖുർആനുമായി സഹവസിക്കുന്ന ആളുകളെ തടയാ എന്നുള്ളതാണ് പിശാചിന്റെ ഏറ്റവും വലിയ സംഗതി. പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ ഒരാൾക്ക് പോകുന്ന കഴിയുന്നുണ്ടെങ്കിൽ അയാൾ ഭൂമിയിലെ ഭാഗ്യവാനാണ്. സർവ്വ പിശാചിനെയും നാണം കെടുത്തിക്കൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ എന്താ, ഒരു പിതാവിന്റെ ബാധ്യസ്ഥത 3 എണ്ണം. ഒന്നെന്താണ്? ഒന്ന് നല്ല പേര് വെക്കുക എന്നുള്ളതാണ്. നല്ല പേര് വെക്കുക. ഇപ്പൊ കുട്ടിക്ക് മദ്രസയിൽ പോകാൻ നേരത്തും പേരെന്തായിട്ടുണ്ടാവില്ല, ഫിക്സ് ആയിട്ടുണ്ടാവും. ഒരു മുഹമ്മദും ഫാത്തിമ ടച്ചിട്ടുണ്ടാവും. പിന്നെ അപ്പുറത്തേക്ക് എന്താണ് കിട്ടുന്നില്ല. അപ്പോ കുട്ടിണ്ടാകാനേക്കാൾ പ്രശ്നമാണ് ഏതുണ്ടായാല് പേരുണ്ടാകാന്നുള്ളതാണ്. അപ്പൊ ഒന്ന് നല്ല പേര് വെക്കുക. രണ്ടാമത് ആ കുട്ടിക്ക് ജീവിക്കാനുള്ള ജീവിത മര്യാദയുള്ള ഇൽമ് അയാൾക്ക് എന്ത് ചെയ്യുക, അയാൾക്ക് ആ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അതൊരു പിതാവിന്റെ ബാധ്യതയാണ്. ഈ കുട്ടികൾക്ക് ഇൽമ പഠിപ്പിക്കാൻ പരിശ്രമിക്കുന്ന മാതാപിതാക്കൾക്ക് അള്ളാഹു കൃപ ചെയ്യട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. മക്കള് ചിലപ്പോ അവിടെ നിന്നൊക്കെ ചാടിപ്പോലും നിൽക്കൂല, പഠിക്കൂല എന്നൊക്കെ പറഞ്ഞാൽ അതിന് പിന്നിൽ കൂടി സപ്പോർട്ട് ചെയ്ത് പേടിപ്പിച്ച് പ്രലോഭിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ച് നിൽക്കണ ഒരു ഉമ്മാക്കും ബാപ്പാക്കും അള്ളാഹു തആല കൃപ ചെയ്യട്ടെ എന്ന് നബികൾ ഓൾറെഡി പ്രാർത്ഥിച്ചു വെച്ചിട്ടുണ്ട്. ആ പണിയെടുക്കുന്ന ആൾക്കാർക്ക് കൃപ ഉണ്ടാവും. മൂന്നാമത് പ്രചാരാക്രമം സമയമാവുമ്പോൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോ ഈ പ്രവർത്തനത്തിലൂടെ അപ്പൊ പരിശുദ്ധ ഖുർആൻ എന്ന് പറയുമ്പോൾ നോക്കൂ, നിങ്ങൾ ഇവിടെ പരിശുദ്ധ ഖുർആനെ കുറിച്ച് ഒരു അധ്യായം കൊണ്ട ഒരു ലാഹിറായ പ്രത്യക്ഷത്തിൽ കുഴപ്പമില്ലാത്ത ഇതിലൊരു ഒരു എന്തുണ്ട്, ഒരു ഉള്ളറിഞ്ഞ ഒരു പോയിന്റ് ഉണ്ട് എന്ന് സ്ഥിരീകരിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ടാവുന്ന ഒരു അധ്യായം കൊടുത്താൽ മതി. എന്നാൽ ഖുർആൻ അങ്ങനെയല്ല ഉള്ളത്. അതിന്റെ ഒന്നാം സ്റ്റെപ്പിലേക്ക് എങ്ങനെ തോന്നിപ്പിക്കുന്ന ഒരധ്യായം കൊടുത്താൽ മതി. പരിശുദ്ധ ഖുർആൻ അങ്ങനെ ഉള്ളത്. പരിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വലിൽ ഖുർആന് ലഹ്റുൻ വ ബത്നുൻ എന്നാണ്. ഖുർആന് പ്രത്യക്ഷമായ അർത്ഥമുണ്ട്, ആന്തരികമായ അർത്ഥമുണ്ട്. വൽ ബത്നിഹി ബത്നുൻ, ആ ആന്തരികമായ അർത്ഥത്തിന്റെ ഉള്ളിലേക്ക് പോയാൽ പിന്നെയും ആന്തരികമായ അർത്ഥമുണ്ട്. അതിന്റെ ഉള്ളിലേക്ക് പോയാൽ പിന്നെയും ആന്തരികമായ അർത്ഥമുണ്ട്. അതിന്റെ ഉള്ളിലേക്ക് പോയാൽ പിന്നെയും ആന്തരികമായ അർത്ഥമുണ്ട്. അങ്ങനെ 7 അർത്ഥങ്ങൾ ഉള്ളിലേക്ക് പോയാലുണ്ട് എന്നാണ് ഒരു റിപ്പോർട്ടിൽ. മാനൊക്കെ പറയുന്നത് ഓർമ്മ ശരിയാണെങ്കിൽ ഖുർആന് 10 അർത്ഥത്തിലേക്ക് എന്ത് ചെയ്യാം, ഉള്ളിലേക്ക് പോകാൻ കഴിയും എന്നാണ്. അത്രയും എനിക്ക് കഴിയുമെന്ന് മാനൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അല്ലാഹു തആല ദർജ ഉയർത്തട്ടെ.
അപ്പോ അതെന്തല്ല, അതൊന്നും ഇവിടെ പറയില്ല. കണ്ട ഖുർആനാ തോന്നുന്ന ഒരു സാധനം മാത്രം എന്തിനാ മതി, നിങ്ങള് കൊടുന്നാ മതി എന്ന് മാത്രമേ ഇവിടെ എന്ത് പറഞ്ഞിട്ടുള്ളൂ. പരിശുദ്ധ ഖുർആൻ എഴുതാനും വായിക്കാൻ അറിയാത്ത നബിതങ്ങൾ ആ സമൂഹത്തെ വെല്ലുവിളിച്ച് അള്ളാഹുത്തല പരിശുദ്ധ ഖുർആന്റെ അഹ്ലുകാരാക്കി. അള്ളാഹുത്തല നമ്മളെ മാറ്റട്ടെ, അള്ളാഹുത്തല സ്വീകരിക്കട്ടെ, അള്ളാഹുത്തല കബൂൽ ചെയ്യട്ടെ.